അപ്പോൾ നമ്മൾ കാത്തിരുന്ന ICC റാങ്കിങ് പുറത്തു വന്നിരിക്കുകയാണ്. T20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കഴിഞ്ഞത് മുതൽ നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നതാണ് ഈ റാങ്കിങ് ഒന്ന് പ്രസിദ്ധീകരിക്കാൻ. യെസ്, അതിപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. സഞ്ജു സാംസൺ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കുതിച്ചുയർന്നിരിക്കുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള പ്രകടനത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ T20I റാങ്കിങ് 65 വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള പ്രകടനത്തിന് ശേഷമുള്ള റാങ്കിങ് നമ്മൾ കണ്ടതാണ്. സെമിയിൽ അദ്ദേഹം ഒരു 89 റൺസ്, ഫൈനലിൽ ഒരു 89 റൺസ്, അങ്ങനെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റൊക്കെ ആയ സ്ഥിതിക്ക് ഈ റാങ്കിങ്ങിൽ അദ്ദേഹം വൻ നേട്ടമുണ്ടാക്കുമെന്ന് ഉറപ്പായിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിക്കുന്നതിന് മുമ്പ് 65-ാം സ്ഥാനത്തുണ്ടായിരുന്ന താരം ഇപ്പോൾ ഈ ഫൈനൽ കഴിയുമ്പോൾ 22-ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 43 സ്ഥാനങ്ങളാണ് അദ്ദേഹം മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. സഞ്ജു സാംസൺ കരിയറിലെ ബെസ്റ്റ് റേറ്റിംഗുമായിട്ട് 637 റേറ്റിംഗ് പോയിൻറ്റുകളുമായിട്ട് T20 റാങ്കിങ്ങിൽ ICC റാങ്കിങ്ങിൽ 22-ാം സ്ഥാനത്തേക്ക്. അതേസമയം ഇഷാൻ കിഷൻ്റെ കാര്യവും എടുത്തു പറയണം. 2 വർഷക്കാലമായി ഇന്ത്യൻ ടീമിൽ ഇല്ലാതിരുന്ന താരം മടങ്ങിയെത്തി ഇപ്പോൾ നടത്തുന്ന മിന്നും പ്രകടനത്തിൻ്റെ ഫലമായിട്ട് ICC റാങ്കിങ്ങിൽ 2-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. കരിയർ ബെസ്റ്റ് റേറ്റിംഗ് ആണ് 871 റേറ്റിംഗ് പോയിൻറ്റ്. മാത്രമല്ല ഇന്ത്യൻ ടീമിൻ്റെ ഒരു ആധിപത്യമാണ് T20I റാങ്കിങ്ങിലെന്ന് പറയണം. 1-ാമത് അഭിഷേക് ശർമ്മയാണ്, 2-ാമത് ഇഷാൻ കിഷനാണ്, തിലക് വർമ്മ 7-ാം സ്ഥാനത്തുണ്ട്, സൂര്യകുമാർ യാദവ് 9-ാം സ്ഥാനത്തുണ്ട്. അതായത് ടോപ്പ് 10-ൽ നമ്മുടെ 4 ബാറ്റർമാരുണ്ട് എന്നർത്ഥം. സഞ്ജു 22-ാം സ്ഥാനത്താണെങ്കിൽ ശിവൻ ദ്യൂബെ പൊളിച്ചടുക്കിയ മറ്റൊരു താരമായിരുന്നല്ലോ, അദ്ദേഹം ഇപ്പോൾ 27-ാം സ്ഥാനത്തുണ്ട്. ഏതായാലും ICCയുടെ ഏറ്റവും പുതുക്കിയ T20I ബാറ്റിംഗ് റാങ്കിങ് നമുക്ക് നോക്കാം. ആദ്യ 10 സ്ഥാനത്ത് ആരൊക്കെയാണെന്ന്. 1 അഭിഷേക് ശർമ്മ, 2 ഇഷാൻ കിഷൻ, 3 ഷൈബ്സാദ ഫർഹാൻ, 4 ഫിൽ സാൾട്ട്, 5 പത്തും നിസാങ്ക, 6 ടിം സിഫേർട്ട്, 7 തിലക് വർമ്മ, 8 ദേവൽ ഡു ബ്രവിസ്, 9 സൂര്യകുമാർ യാദവ്, 10 ജോസ് ബട്ട്ലർ.